ആദ്യം തന്നെ നിങ്ങളോടൊരു ചോദ്യം. ഞാനിവിടെ കുറേ നാളായി ജീവിക്കുന്നു. ഇത് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ എ ലോങ് ടൈം എന്നാണോ? ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ എ ലോങ് ടൈം എന്നാണോ പറയുക? കേട്ടപ്പോൾ ഒരു കൺഫ്യൂഷനായല്ലേ? ഇതാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസസിൻ്റെ ഒരു പ്രത്യേകത. കാര്യം ഇത് രണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലും ഒന്ന് സിമ്പിളും ഒന്ന് കണ്ടിന്യൂസ് ടെൻസുമാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടെൻസസ് ആണ് ഇത് രണ്ടും. മാത്രമല്ല ഈ രണ്ട് ടെൻസസും യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കി വെച്ചിട്ടും ഉണ്ടാവാം. അപ്പോൾ അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണൂ. ഈ രണ്ട് ടെൻസസും യൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ഇന്നത്തോടെ ക്ലിയർ ആവും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനമുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതുകൂടി ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിളും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ കാര്യം എടുക്കും. ആളിരുന്ന് ഹോംവർക്ക് ചെയ്യാണ്. ഇത് ചെയ്ത് തീർത്തിട്ട് വേണം കളിക്കാൻ പോകാൻ. അപ്പോൾ വേഗം ഈ ഹോംവർക്ക് ചെയ്ത് തീർത്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ എന്തായിരിക്കും പറയുക? ഞാനിതാ ഹോംവർക്ക് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നേരത്തെ തന്നെ ചെയ്യാൻ തുടങ്ങിയ കാര്യമാണ്, ഇപ്പോൾ അത് ചെയ്ത് തീർത്തിരിക്കുന്നു. ആ ഒരു പ്രവൃത്തി അവസാനിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ മലയാളത്തിൽ പറഞ്ഞത് ഞാൻ ഹോംവർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇത് ഇംഗ്ലീഷിൽ പറയുക ഐ ഹാവ് ഡൺ ദ ഹോംവർക്ക് എന്നാണ്. കണ്ടോ, ഞാൻ പറഞ്ഞത് ഐ ഹാവ് ഡൺ. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഇനി വേറെ സിറ്റുവേഷൻ നോക്കാം. കുട്ടി കുറേ നേരമായി ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പോൾ പറയാണ്, ഇല്ല, ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഞാൻ കുറേ നേരമായി ഹോംവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പ്രവൃത്തി നേരത്തെ തുടങ്ങിയതാണ്, പക്ഷെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇത് കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ ഇംഗ്ലീഷിൽ പറയുക ഐ ഹാവ് ബീൻ ഡൂയിങ് ദ ഹോംവർക്ക് എന്നാണ്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമുക്കാദ്യം ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എക്സാമ്പിൾസ് കാണുന്നതാണ്. ഞാനിവിടെ കാണിക്കുന്ന സെൻറ്റൻസ് നോക്കൂ. ഐ ഹാവ് മെയ്ഡ് എ കേക്ക് ഫോർ യു. ഞാൻ നിനക്കായി ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോഴും ഉണ്ടാക്കുകയാണോ? അല്ല, നേരത്തെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്, ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ കേക്ക്. ഇവിടെ ഉപയോഗിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ, ഐ കഴിഞ്ഞ് വന്നത് ഹാവ് ആണ്, അതാണ് ഹെൽപ്പിംഗ് വേർബ്. അത് കഴിഞ്ഞ് വന്നത് മെയ്ഡ്, അതാണ് മെയിൻ വേർബ്. ഈ മേക്ക് എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോം V3 ഫോമാണ് മെയ്ഡ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കേക്കൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കിച്ചൺ ആകെ അലങ്കോലാവും അല്ലേ? അപ്പം അമ്മ ഞങ്ങളോട് ചോദിക്കുകയാണ്, ആ കിച്ചൺ ആകെ വൃത്തികേടായിട്ടുണ്ടാവുമല്ലേ എന്ന്. അപ്പോൾ ഞങ്ങൾ പറയാണ്, അല്ല, ഞങ്ങൾ ഇതിനോടകം കിച്ചൺ വൃത്തിയാക്കിയിരിക്കുന്നു എന്ന്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വി ഹാവ് ഓൾറെഡി ക്ലീൻഡ് ദ കിച്ചൺ. കണ്ടല്ലോ, ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ആണ് വന്നത്. വി ഹാവ് ക്ലീൻഡ് ദ കിച്ചൺ. പക്ഷേ അതിനിടയ്ക്ക് ഓൾറെഡി എന്നുള്ളൊരു വാക്ക് കൂടെ വന്നു. എന്തിനാണ് ആ വാക്ക് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരാൾ പ്രതീക്ഷിക്കുന്നതിന് മുൻപേ നമ്മളൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നൊരർത്ഥം കിട്ടാനാണ് ഈ ഓൾറെഡി ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസിൻ്റെ കൂടെ ഓൾറെഡി വരാറുണ്ട്. മറ്റൊന്ന്, ഞാൻ അവൾക്ക് ഒരിക്കലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടില്ല. ഐ ഹാവ് നെവർ ബോട്ട് ഹെർ എ ഗിഫ്റ്റ്. കണ്ടോ, ഹാവ് ബോട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. വാങ്ങുക എന്നുള്ള അർത്ഥത്തിൽ ബൈ എന്ന് പറയുമല്ലോ, അതിൻ്റെ V3 ഫോമാണ് ബോട്ട്. പിന്നെ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന അർത്ഥം കിട്ടാനാണ് നെവർ എന്ന വാക്ക് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസിൻ്റെ കൂടെ പലപ്പോഴും നമ്മൾ നെവർ, എവർ എന്നൊക്കെയുള്ള വാക്കുകളും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഐ ഹാവ് നെവർ ബോട്ട് ഹെർ എ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ശരിയാണോ എന്ന്. ഐ ഹാവ് നെവർ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ ഹെർ എന്ന അതേ അർത്ഥമാണ് ഐ ഹാവ് നെവർ ബോട്ട് ഹെർ എ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴും. വേറൊരു എക്സാമ്പിൾ, ട്രെയിൻ ദാ ഇപ്പോൾ വിട്ടിരിക്കുന്നു. അതായത് ട്രെയിൻ ഇപ്പം അങ്ങോട്ട് പോയേ ഉള്ളൂ എന്നർത്ഥം. ഇംഗ്ലീഷിൽ ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ ഒരു കാര്യം ഇപ്പം അങ്ങോട്ട് സംഭവിച്ചു കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളൊരു അർത്ഥം കിട്ടാനാണ് നമ്മൾ ജസ്റ്റ് എന്ന് യൂസ് ചെയ്തത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ദ ട്രെയിൻ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ദ ട്രെയിൻ ഹാസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറയാമല്ലോ, ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ഞാൻ എന്താ പറയുക? ദ ട്രെയിൻ ഹാസ് നോട്ട് അറൈവ്ഡ് യെറ്റ് എന്നാണ് പറയുന്നത്. ഇതുവരെ എത്തിയിട്ടില്ല. ആ ഇതുവരെ എന്നുള്ളൊരു അർത്ഥം കിട്ടാനാണ് നമ്മൾ യെറ്റ് എന്ന് യൂസ് ചെയ്തത്. അപ്പോൾ സാധാരണ നമ്മൾ യെറ്റ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസസിലാണ്. കണ്ടല്ലോ, ദ ട്രെയിൻ ഹാസിൻറ്റ് അറൈവ്ഡ് യെറ്റ്. ഹാസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഹാസിൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നൊരു ധാരണ കിട്ടിയല്ലോ. സബ്ജക്റ്റ് ഒന്നിലധികം പേരാണെങ്കിൽ, അതായത് വി, യു, ദേ ഒക്കെ ആണെങ്കിൽ, കൂട്ടത്തിൽ ഐയും ഉണ്ട് കേട്ടോ, ആണെങ്കിൽ നമ്മൾ ഹാവിൻ്റെ കൂടെ
വേർബിൻ്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യണം. അതായത് ഹാവിൻ്റെ കൂടെ V3 യൂസ് ചെയ്യുന്നു. നേരെ മറിച്ച് സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ, ഹി, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ ഹാസിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് വരിക. ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ യൂസസ് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഇതാണ്. കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷനെ പറ്റി പറയാൻ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ഐ ഹാവ് റെഡ് ദിസ് ബുക്ക്. ഞാൻ ഈ പുസ്തകം വായിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, കഴിഞ്ഞ ഒരു കാര്യമാണെങ്കിൽ ഐ റെഡ് ദിസ് ബുക്ക് എന്നും പറഞ്ഞുകൂടെ എന്ന്, അതായത് ഞാൻ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞാൽ പോരെ എന്ന്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴാണ് ഈ പുസ്തകം വായിച്ചതെന്ന് നമ്മളിവിടെ പറയുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാതെ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്തത്. അപ്പോൾ ഇന്നലെ വായിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഐ റെഡ് ദിസ് ബുക്ക് യെസ്റ്റർഡേ എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ പാസ്റ്റിൽ എപ്പോൾ ഈ പ്രവൃത്തി നടന്നു എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഈ റെഡ് എന്നതിൻ്റെ സ്പെല്ലിംഗ് കണ്ടല്ലോ, READ തന്നെയാണ്. വായിക്കുക എന്നതിന് ടു റീഡ് എന്ന് പറയും. അതിൻ്റെ V3 ഫോം റെഡ് ആണ്, സ്പെല്ലിംഗ് READ എന്ന് തന്നെയാണ്. ഒരെണ്ണം കൂടെ പറയാം, ഷീ ഹാസ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട്. അവൾ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു, ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ വന്നത്. ഇനി ഈ ടെൻസിൻ്റെ അടുത്ത യൂസാണ് കാണുന്നത്. നമുക്ക് ലൈഫിലുണ്ടായ എക്സ്പീരിയൻസസിനെ കുറിച്ച് പറയാൻ, അതായത് പാസ്റ്റിലുണ്ടായ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന്, ഞാൻ സ്വീഡനിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു സ്വീഡൻ എന്നാണ് ഇംഗ്ലീഷിൽ വരിക. മറ്റൊന്ന്, ഞങ്ങൾ ഈ മൂവി ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. വി ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ. കണ്ടോ, നേരത്തെ ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നത്. ഇനി അടുത്ത യൂസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷനെ പറ്റി പറയുമ്പോൾ അത് എത്ര തവണ ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം ചെയ്തു എന്ന് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അയാളെ 5 തവണ വിളിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഐ ഹവ് കോൾഡ് ഹിം 5 times. അപ്പോൾ നമുക്കൊരിക്കലും ഇവിടെ ഞാൻ അയാളെ 5 തവണ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കില്ല. ഇനി മറ്റൊരു എക്സാമ്പിൾ, അയാൾ ആ പുസ്തകത്തിൻ്റെ പകുതിയോളം വായിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ പറയുക ഹി ഹാസ് റെഡ് ഹാഫ് ഓഫ് ദ ബുക്ക് എന്നാണ്. അവിടെ നമുക്ക് അയാൾ പകുതിയോളം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കില്ല. ഈ ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ഞാൻ ആ കഴിഞ്ഞ കാര്യത്തിനല്ല അതിൻ്റെ റിസൾട്ടിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഈ ടെൻസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന്, എൻ്റെ കാറിൻ്റെ കീ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതെവിടെ വെച്ച് പോയെന്നോ എപ്പോൾ പോയെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇത് നഷ്ടപ്പെട്ടത് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം എനിക്കിപ്പോൾ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ പറയാം ഐ ഹാവ് ലോസ്റ്റ് മൈ കാർ കീ എന്നാണ്. കണ്ടോ, ഐ ഹാവ് ലോസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു എക്സാമ്പിൾ, ഞാനൊരാളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസിൽ പോയി. അവിടെ ചെന്നപ്പോൾ അയാൾ അവിടെ ഇല്ല, അയാൾ പുറത്ത് പോയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ അയാളെ കാണാൻ വേണ്ടി പിന്നെയും കാത്തു നിൽക്കേണ്ടി വന്നു. ഇവിടെ ഞാൻ എന്താ പറയുക, അയാൾ പുറത്ത് പോയിരിക്കുന്നു, ഹീ ഹാസ് ഗോൺ ഔട്ട്സൈഡ് എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു എക്സാമ്പിൾ പറയാം, അവൻ 2 മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ പറയുക ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇയാൾ നേരത്തെ ഉറങ്ങാൻ തുടങ്ങിയതാണ്. അതായത് പാസ്റ്റിൽ ഉറങ്ങാൻ തുടങ്ങി, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു, എന്നിട്ടത് ഇപ്പോഴും ഈ പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് എന്നാണ്. അപ്പോൾ അതെങ്ങനെ വന്നതെന്ന് കണ്ടല്ലോ. ഹി ഒരാളാണ്, അത് കഴിഞ്ഞ് ഹാസ്, അത് കഴിഞ്ഞ് ബീൻ, പിന്നെ വേർബിൻ്റെ ING ഫോം. ഇങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എത്ര സമയമായി ഇയാൾ ഉറങ്ങുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലത്തിൻ്റെ ദൈർഘ്യം, ആ പീരീഡ് ഓഫ് ടൈമിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ 4 ആണ് യൂസ് ചെയ്യുക. 4 എത്ര മണിക്കൂറായി, 2 hours. അതാണ് ഈ പറഞ്ഞത്. അടുത്തത്, ഞാൻ 1 മണി മുതൽ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഐ ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 1 o'clock. അപ്പോൾ എപ്പോൾ തൊട്ടാണ് ഒരു പ്രവൃത്തി ചെയ്ത് തുടങ്ങുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ പോയിൻ്റ് ഓഫ് ടൈമിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ സിൻസ് എന്നാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ മലയാളത്തിലാക്കി പറയുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നൊക്കെ പറയണം എന്നില്ല.
ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ അപ്പോൾ തുടങ്ങി വെയിറ്റ് ചെയ്യുകയാണ് എന്നായിരിക്കും. പക്ഷെ നമുക്ക് അത് ആ ഒരു സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും അവിടെ നേരത്തെ ചെയ്തു തുടങ്ങിയൊരു പ്രവൃത്തി ഇപ്പോഴും ചെയ്യുകയാണെന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഐ അല്ലെങ്കിൽ വി, യു, ദേ ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ ഹാവ്, ബീൻ, പിന്നെ വേർബിൻ്റെ ING ഫോം വരും. നേരെ മറിച്ച് സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ, ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ അവിടെ ഹാസ്, ബീൻ, പിന്നെ വേർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഒരു പ്രവൃത്തി പാസ്റ്റിൽ ചെയ്തു തുടങ്ങിയതാണ്, അതിപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി എത്ര സമയമായി നടക്കുന്നത് എന്ന് നമുക്ക് പറയണമെങ്കിൽ അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് യൂസ് ചെയ്യുക. ഉദാഹരണത്തിന്, അവൾ 1 മണിക്കൂറായി ഫോണിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഷീ ഈസ് ബീൻ ടോക്കിംഗ് ഓൺ ദ ഫോൺ ഫോർ an hour. കണ്ടോ, എത്ര സമയമായി ചെയ്യുന്നത്? 1 മണിക്കൂറായി. ഇവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തു. അതുപോലെ ഈ അടുത്ത കാലത്തായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. റീസെൻ്റ്ലി, ലേറ്റ്ലി എന്നൊക്കെ. ഈ വാക്കുകളുടെ അർത്ഥം ഈ അടുത്തായി എന്നാണ്. അപ്പോൾ ഉദാഹരണം പറയാം ഞാൻ. ഈ അടുത്തായി ഞാൻ ഒരുപാട് സമയം TV കാണുന്നുണ്ട്. ഐ ഹവ് ബീൻ വാച്ചിങ് എ ലോട്ട് ഓഫ് TV റീസെൻ്റ്ലി. ഈ അടുത്തായി എന്നാണ് അർത്ഥം. ഈയിടെയായി അവൾ നന്നായി പഠിക്കുന്നുണ്ട്. ഷി ഹസ് ബീൻ സ്റ്റഡിങ് ഹാർഡ് ലേറ്റ്ലി. അപ്പോൾ ലേറ്റ്ലി എന്ന് പറഞ്ഞാലും ഈ അടുത്തായി എന്നാണ് അർത്ഥം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റി നമ്മൾ പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണിത്. നേരത്തെ തുടങ്ങിയ ഒരു പ്രവൃത്തി അത് തൊട്ട് മുമ്പായിരിക്കും ചെയ്ത് അവസാനിച്ചത്. അതായത് ഇപ്പോൾ അത് നടക്കുന്നില്ലായിരിക്കാം, എങ്കിലും ചിലപ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കും. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ വല്ലാതെ ടയേർഡായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, യു ലുക്ക് സോ ടയേർഡ്, എന്താ പറ്റിയേ എന്ന്. അപ്പം അമ്മ പറയാണ്, ഞാൻ ഇന്ന് ദിവസം മുഴുവനും ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അമ്മ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല, അമ്മ അവിടെ വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ തൊട്ട് മുൻപ് വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ പറയുക ഐ ഹവ് ബീൻ ക്ലീനിങ് ഓൾ ഡേ എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചെന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആ പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഇത് തൊട്ട് മുൻപ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിലും ആ പ്രവൃത്തിയുടെ റിസൾട്ട് നമുക്കവിടെ കാണാം. അമ്മ ടയേർഡായി ഇരിക്കുകയാണ്. ആ റിസൾട്ട് അവിടെ വിസിബിളാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ധൈര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങളുടെ അനിയനാണ് വന്ന് ഡോറ് തുറന്ന് തന്നത്. അപ്പോൾ നിങ്ങൾ കാണുകയാണ് ആളുടെ കൈ മുഴുവൻ ഡേർട്ടി ആയിട്ടിരിക്കുകയാണ്, അഴുക്കാണ് മുഴുവൻ. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ലുക്ക് അറ്റ് ഹിസ് ഹാൻഡ്സ്, വാട്ട് ഹാസ് ഹി ബീൻ ഡൂയിങ്? ഇവൻ എന്ത് ചെയ്യായിരുന്നു? കൈ നോക്കിക്കേ എന്ന്. അപ്പോൾ അമ്മ പറയാണ്, അവൻ ഗാർഡനിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ ഇപ്പോൾ ഗാർഡനിൽ ജോലി ചെയ്യുകയാണോ? അല്ല, ഇപ്പോൾ ചെയ്ത് നിർത്തിയുള്ളൂ. പക്ഷെ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കയ്യിൽ കാണാം അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തത്. ഇതേപോലെ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസിനെ പറ്റിയും ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതിൽ ആദ്യത്തെ ടിപ്പാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെല്ലാവരും കരുതുന്നത് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്ത് നമുക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നാണല്ലോ. പക്ഷെ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ, അതായത് ഒരവസ്ഥയെക്കുറിച്ച് പറയാൻ നമുക്ക് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് അവളെ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി അറിയാം. അപ്പോൾ ഒരാളെ അറിയാമെന്ന് പറയുമ്പോൾ അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് ഐ ഹാവ് നോൺ ഹെർ സിൻസ് മൈ സ്കൂൾ ഡേയ്സ് എന്നാണ്. അപ്പോൾ ഈ നോ എന്ന വേർബ് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു കാര്യം അറിയുക, മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നില്ല, അതൊരവസ്ഥയെപ്പറ്റി മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോ എന്ന വേർബ് നമുക്ക് ING ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് ബീൻ നോയിങ് ഹെർ സിൻസ് മൈ സ്കൂൾ ഡേയ്സ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം നോ ഒരു സ്റ്റേറ്റ് വേർബാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റീവ് വേർബാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ഇവിടെ യൂസ് ചെയ്തത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ ഒരു അവസ്ഥ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഒരുപാട് കാലമായി. ഇംഗ്ലീഷിൽ വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ സുഹൃത്തുക്കളായിരിക്കുക എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? വി ഹാവ് ബീൻ, ആയിരിക്കുക എന്നതിന് ബി എന്ന വേർബാണ് യൂസ് ചെയ്യുക.
ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ഫോമിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക, അതൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ നമുക്ക് വി ഹാവ് ബീൻ ബീയിങ് ഫ്രണ്ട്സ് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ഇവിടെ യൂസ് ചെയ്ത്. വി ഹാവ് ബീൻ ഫ്രണ്ട്സ്. ഒരെണ്ണം കൂടെ, 2 ദിവസമായി അവൾ സുഖമില്ലാതിരിക്കുകയാണ്. എന്താ പറയുക? ഷി ഹാസ് ബീൻ ഇൽ ഫോർ 2 days. അപ്പോൾ സുഖമില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. അതിനെപ്പറ്റി പറയാനാണ് ടു ബി ഇൽ എന്ന് നമ്മൾ പറയുന്നത്. ഷി ഹാസ് ബീൻ ഇൽ ഫോർ 2 days. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ING ഫോം നമ്മൾ യൂസ് ചെയ്തില്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്തു. ഇത് കൂടാതെ വേറെയും ഒരുപാട് സ്റ്റേറ്റീവ് വേർബ്സ് ഉണ്ട് കേട്ടോ. അണ്ടർസ്റ്റാൻഡ്, ലൈക്ക്, ഹേറ്റ്, പ്രിഫർ, വിഷ്, ഓൺ, എഗ്രി, ബിലീവ്, ഇതെല്ലാം സ്റ്റേറ്റീവ് വേർബ്സ് ആണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവാം ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ച് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ സ്റ്റേറ്റീവ് വേർബ്സ് മാത്രമാണല്ലോ യൂസ് ചെയ്യാമെന്ന്. അങ്ങനെയല്ല കേട്ടോ. വളരെ അപൂർവമായി സ്റ്റേറ്റീവ് വേർബ്സ് അല്ലാത്ത തരം വേർബ്സും, അതായത് ആക്ഷൻ വേർബ്സും നമ്മളിങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈറ്റ്, ഡ്രിങ്ക്, ഡ്രൈവ്, വാക്ക് എന്നൊക്കെ പറയുന്നത് ആക്ഷൻ വേർബ്സ് ആണ്. അതുപോലെ തന്നെയുള്ള ആക്ഷൻ വേർബ്സ് ആണ് ലിവ്, ജീവിക്കുക, താമസിക്കുക എന്ന് പറയുന്നതും, വർക്ക്, ജോലി ചെയ്യുക എന്ന് പറയുന്നതും. പക്ഷേ ഈ 2 വേർബ്സിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണെങ്കിലും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്ത് പറയാൻ സാധിക്കും. ഞാൻ സെൻറ്റൻസ് പറയാം. ഈ സിറ്റുവേഷൻ നോക്കൂ. നമ്മുടെ അമ്മ കുറേ നാളായിട്ട് നാട്ടിൽ തന്നെയുള്ളൊരു വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മുടെ കൂടെ വേറെ ഒരു സിറ്റിയിലേക്ക് വന്ന് നിൽക്കാൻ. അപ്പോൾ അമ്മ എന്തായിരിക്കും പറയുക? ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഇവിടെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമ്മ ഇപ്പോഴും കഴിയുന്നില്ലേ? അമ്മ ഇപ്പോഴും അവിടെ തന്നെയാണല്ലോ ജീവിക്കുന്നത്. പക്ഷെ പറയുന്നത് ഞാൻ ഇവിടെയാണ് കഴിഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് അമ്മ പറയണമെന്നില്ല മലയാളത്തിൽ പോലും, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിലും ഇങ്ങനെ പറയും, ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്. പണ്ടേ തുടങ്ങിയതാണ് ഇവിടെ ജീവിക്കാൻ, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്ത് പറയുന്നു. മറ്റൊന്ന്, ഞാനിവിടെ 2 വർഷമായി ജീവിക്കുന്നു അല്ലെങ്കിൽ കഴിയുന്നു. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 2 years. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായും ചെയ്യാം. ഐ ഹവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 2 years എന്നും പറയാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസും യൂസ് ചെയ്യാം എന്നാണ്. അവിടെ അർത്ഥം മാറുന്നില്ല. അതുപോലെ തന്നെയാണ് വർക്ക് എന്ന വേർബ് യൂസ് ചെയ്യുമ്പോഴും. ഞാനിവിടെ 10 വർഷമായി ജോലി ചെയ്യുന്നു. ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ 10 years എന്നും പറയാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years എന്നും പറയാം. അവിടെയും അർത്ഥം മാറുന്നില്ല, പരസ്പരം മാറ്റി ഉപയോഗിക്കാം എന്ന് അർത്ഥം. അപ്പോൾ നമ്മളിന്ന് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിളും കണ്ടിന്യൂസും 2 ടെൻസസിനെയും പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതിനൊക്കെ ബേസ് ചെയ്താണ് ഞാനിവിടെ 3 ചോദ്യം ചോദിക്കുന്നത്. ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ഉത്തരങ്ങൾ ചൂസ് ചെയ്യൂ. ആദ്യത്തെ ചോദ്യം, അവൾ 8 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കുന്നു. ഷീ സ്പേസ് 8 glasses ഓഫ് വാട്ടർ. ഹാസ് ഡ്രങ്ക്, ഹാസ് ബീൻ ഡ്രിങ്കിങ്. ചൂസ് ചെയ്യൂ. അടുത്തത്, അവളുടെ കണ്ണ് ചുവന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവൾ കരയുകയായിരുന്നു എന്ന്. ഹെർ ഐസ് ആർ റെഡ്. ഐ തിങ്ക്. ഓപ്ഷൻസ്: ഷീ ഹാസ് ക്രൈഡ്, ഷീ ഹാസ് ബീൻ ക്രൈയിങ്. അപ്പോൾ ഇവിടെ ഈ കരഞ്ഞോ ഇല്ലയോ എന്നുള്ളത് കണ്ണ് കണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. മൂന്നാമത്തത്, നിങ്ങൾക്ക് എത്ര നാളായി നാദിയയെ അറിയാം? ഹൗ ലോങ് സ്പേസ് നാദിയ. ഓപ്ഷൻസ്: ഹാവ് യു നോൺ അല്ലെങ്കിൽ ഹാവ് യു ബീൻ നോവിങ്. ചൂസ് ചെയ്യൂ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് ഹെൽപ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് ഇനിയും വരാം. ബൈ.